ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1219 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാമത്തെ തിരുവചനമാണ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. ഇലഞ്ഞിമരങ്ങൾ ഇന്ന് ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞു. സ്ഥാപനങ്ങളിലും വീടുകളിലും ഇലഞ്ഞിമരങ്ങൾ വെച്ചുപിടിപ്പിക്കുവാൻ ആളുകൾ താല്പര്യപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? അതിൽ നിന്ന് വമിക്കുന്ന സുഗന്ധവാസന തന്നെയാണ്. പഴയ നിയമകാലത്ത് ദൈവത്തിനായി അർപ്പിക്കപ്പെടുന്നതായ ബലികൾ സൗരഭ്യവാസന എന്ന് അറിയപ്പെട്ടിരുന്നു. ശുദ്ധമുള്ള പൗലോസ് അപ്പോസ്തലൻ ഈ തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരണം എന്ന് തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലും നമ്മളിലൂടെ ക്രിസ്തുവിന്റെ സുഗന്ധം പരക്കുവാൻ ഇടയാകണം. നമ്മുടെ വാക്കുകളും പെരുമാറ്റവും സ്നേഹപ്രകടനങ്ങളും എല്ലാം ആ സുഗന്ധമുള്ളത് ആയിത്തീരുവാനായിട്ട് ഇടയാകണം. മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ നമ്മളിൽ നിന്നും നല്ല വാസന അവർക്ക് അനുഭവിക്കുവാൻ വേണ്ടി നല്ല നല്ല പെർഫ്യൂമുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ക്രിസ്തുവിന്റെ സുഗന്ധം നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം സ്നേഹവും ക്ഷമയും വിനയവുമാകുന്നതായ നല്ല വാസന നമ്മിൽ പൂശുവാനായിട്ട് ഇടയാകണം. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നതായ കോപം, അസൂയ, സ്വാർത്ഥത മുതലായവയൊക്കെ വെടിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, യഥാർത്ഥമായ സൗരഭ്യവാസന എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഭാവം തന്നെയാണ്. ആ ഭാവം കൊണ്ട് നിറയുവാൻ ഇടയാകണം. യഥാർത്ഥമായ സൗരഭ്യം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ സാധിക്കണം. അതിനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.